അധ്യാപക സംഘടനകൾ എവിടെ? അധ്യാപകരുടെ ടെറ്റ് യോഗ്യതയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 19/2025 വിധിയുടെ പേരിൽ അധ്യാപകരുടെ ഗ്രേഡ് തടഞ്ഞുകൊണ്ട് ചില വിദ്യാഭ്യാസ ഓഫീസുകൾ രംഗത്ത്. 19/2025 ടെറ്റിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ചുരുക്കത്തിൽ 5 വർഷത്തിൽ താഴെ സർവീസ് ഉള്ളവരെ ടെറ്റ് യോഗ്യതയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി. 5 വർഷമോ അതിൽ കൂടുതലോ സർവീസ് ഉള്ളവർ ടെറ്റ് യോഗ്യത നേടിയിരിക്കണം. സ്ഥാനക്കയറ്റം പ്രൊമോഷൻ ലഭിക്കണമെങ്കിൽ യോഗ്യത നേടിയിരിക്കണം. ഇതിനോടകം ടെറ്റ് യോഗ്യത നേടാത്തവർ 2 വർഷത്തിനകം, അതായത് 1/9/2027 യോഗ്യത നേടിയിരിക്കണം. ന്യൂനപക്ഷ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ടെറ്റ് യോഗ്യത ഇളവ് അനുവദിക്കണോ എന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തീരുമാനത്തിനായി സുപ്രീം കോടതിയുടെ തന്നെ വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ഇതേസമയം കോടതി വിധി വരുന്നതിനു മുമ്പ് 1/6/2012 മുമ്പ് സർവീസിൽ പ്രവേശിച്ചവർക്ക് കേരള സർക്കാർ ടെറ്റ് ഇളവ് അനുവദിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് കേരള സർക്കാർ ഈ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന വേളയിൽ ടെറ്റ് യോഗ്യതാ പരീക്ഷ നേടാൻ സുപ്രീം കോടതി പോലും 2 വർഷം ഇളവ് അനുവദിച്ചിട്ടും കോടതിയുടെ വിധിയുടെ പേരിൽ അധ്യാപകർക്ക് അർഹമായ ഗ്രേഡ് പ്രൊമോഷൻ ചില വിദ്യാഭ്യാസ ഓഫീസുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ചില ഓഫീസുകൾ ഗ്രേഡ് അപേക്ഷകൾ ഇതിൻ്റെ പേരിൽ മടക്കിയിരിക്കുന്നു. ടെറ്റ് യോഗ്യത നേടാത്തതുകൊണ്ട് സുപ്രീം കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായി ഗ്രേഡ് അപേക്ഷ പുനഃസമർപ്പിക്കുവാൻ നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ ചില വിദ്യാഭ്യാസ ഓഫീസുകൾ ഗ്രേഡ് അപേക്ഷകൾ മടക്കിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കത്തും ചില വിദ്യാഭ്യാസ ഓഫീസുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ഓഫീസുകളിലെ ജീവനക്കാരിൽ 90% പേരും സർക്കാരിൻ്റെ നിലവിലുള്ള നിയമമനുസരിച്ചും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും തീരുമാനമെടുക്കുമ്പോൾ 10% പേർ സ്വയം നിയമനിർമ്മാണം നടത്തി അധ്യാപക സമൂഹത്തെ ദ്രോഹിക്കുന്നു. ഈ 10% പേർ തന്നെയാണ് സർക്കാരും കോടതിയും. ഇവർ തന്നിഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുന്നു. സർക്കാരിൻ്റെ ഉത്തരവിലോ കോടതി വിധിയിലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ KSR പ്രകാരം സർക്കാരിനെ സമീപിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ പോലും ഗ്രേഡ് അപേക്ഷയോടൊപ്പം അണ്ടർടേക്കിംഗ് അധ്യാപകർ ഒപ്പിട്ട് നൽകുന്നുണ്ട്. ആ അണ്ടർടേക്കിങ്ങിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധിക്ക് അനുസരിച്ചായിരിക്കുമെന്ന സത്യപ്രസ്താവന കൂടി ചേർത്ത് ഗ്രേഡ് അപേക്ഷ അംഗീകരിക്കാമല്ലോ. നിയമങ്ങൾ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചുകൊണ്ട് സർക്കാർ ഓഫീസിലിരുന്ന് ഈ കൂട്ടർ നിയമലംഘനം നടത്തുന്നു. ഇവർക്കെതിരെ സർക്കാർ തന്നെ നടപടി സ്വീകരിക്കണം. സമയബന്ധിത ഹയർ ഗ്രേഡ്, ടൈം ബൗണ്ട് ഹയർ ഗ്രേഡും റെഗുലർ പ്രൊമോഷനും രണ്ടും വ്യത്യസ്തമാണ്. എന്താണ് ഗ്രേഡ്? ജീവനക്കാരൻ അല്ലെങ്കിൽ അധ്യാപകൻ നിശ്ചിത സർവീസ് കാലയളവ്, അതായത് 8 വർഷം, 15 വർഷം, 22 വർഷം എന്നിങ്ങനെ ഒരേ തസ്തികയിൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ ലഭിക്കുന്ന ശമ്പള ഉയർച്ചയാണ്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ മാറ്റമില്ല. ജോലിയുടെ സ്വഭാവം മാറുന്നില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയിൽ ജോലി തുടരുന്നു. ഉയർന്ന തസ്തികയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് യോഗ്യത ഇവിടെ ബാധിക്കുന്നില്ല. ഡെസിഗ്നേഷനിൽ മാറ്റമില്ല. പേ സ്കെയിൽ മാറുന്നു. ശമ്പളത്തിൽ ഉയർച്ച ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇവിടെ എന്ത് യോഗ്യതാ നിർണയമാണ് വേണ്ടത്? റെഗുലർ പ്രൊമോഷൻ, ഉയർന്ന പദവി, ജോലിയുടെ സ്വഭാവം മാറും, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ മാറ്റങ്ങളുണ്ടാകും. നിയമം, യോഗ്യത, സീനിയോറിറ്റി എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെയുള്ള സ്ഥാനക്കയറ്റം നൽകുന്നത്. ഇവിടെ യോഗ്യതാ നിർണയം പരിശോധിക്കാം. ചുരുക്കത്തിൽ ഗ്രേഡ് പ്രൊമോഷൻ അല്ല, ശമ്പളത്തിൽ വർധനവ് മാത്രം. പ്രൊമോഷൻ കിട്ടാത്ത അധ്യാപകർക്കും സർക്കാർ ജീവനക്കാർക്കും ശമ്പളത്തിന് നഷ്ടം വരാതിരിക്കാൻ KSR പ്രകാരമുള്ള സാമ്പത്തിക ഉയർച്ച മാത്രമാണ് ഗ്രേഡ് പ്രൊമോഷൻ. ചില ഹൈക്കോടതി വിധി നിലനിൽക്കെ ടെറ്റിൻ്റെ പേരിൽ ഗ്രേഡ് പ്രൊമോഷൻ തടഞ്ഞുവെക്കാൻ ഒരു നിയമവും കോടതി വിധിയും നിലവിലില്ല. ഈ സന്ദർഭത്തിലാണ് സംസ്ഥാനത്തെ ചില വിദ്യാഭ്യാസ ഓഫീസുകൾ ഗ്രേഡ് പ്രൊമോഷൻ അനുവദിക്കാത്തത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 1/9/2025 വിധിയുടെ പേരിലാണ് ഈ കൂട്ടർ നിയമവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നത്. വിധിയിൽ ഗ്രേഡ് പ്രൊമോഷനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ സർക്കാർ ജീവനക്കാർക്ക് ഗ്രേഡ് പ്രൊമോഷൻ ലഭിക്കുവാൻ യോഗ്യത പരീക്ഷ എഴുതണമെന്ന് ഈ കൂട്ടർ ആവശ്യപ്പെടുമോ?
ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ ഓഫീസിലെ ജീവനക്കാരെ അധ്യാപക സംഘടനകൾ കണ്ടെത്തണം. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ചില ഉദ്യോഗസ്ഥർക്ക്. സർക്കാർ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ദുർവ്യാഖ്യാനം ചെയ്ത് നടപ്പിലാക്കാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. അധ്യാപകരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിയമത്തിൻ്റെ വെളിച്ചത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അധ്യാപക സംഘടനകൾ നിലകൊള്ളേണ്ടത്. നിയമം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യർ നിയമത്തിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടരുത്. താങ്ക് യു.